ഹായ് എവ്രിവൺ, ഇറ്റ്സ് മീ അനു. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. ഈ കോവിഡ് ടൈമിൽ നിങ്ങളൊരു ചേഞ്ച് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അതും കാടിനുള്ളിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ആദിത്യ റിസോർട്ടിലേക്ക് വന്നോളൂ കേട്ടോ. മോർണിംഗ് മാഡ്നസ്. ഞാനും മയാനും ഇപ്പോൾ ഉറങ്ങി ലേറ്റ് വന്നതാണ്. ഓൾമോസ്റ്റ് 6:15 ആയിട്ടുള്ളൂ. പക്ഷെ എന്നാലും നമ്മളെ നാട്ടിലത്തെ പോലെ ആ ഒരു ഭയങ്കര തണുപ്പായിരുന്നു കേട്ടോ, രക്ഷയില്ല. നല്ല തണുപ്പാണ്, ഇപ്പോഴും നല്ല തണുപ്പാണ്. പക്ഷേ നമ്മളെ നാട്ടിൽ അത്ര ഈ ഒരു സമയമൊക്കെ ആകുമ്പോൾ കുറച്ചും കൂടെ ഒക്കെ ഒരു നേരം വെളുത്ത പോലെ ഉണ്ടാവില്ലേ. ഇവിടെ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഒരു 6 മണി ആവാൻ നേരമാണ് കറക്റ്റ് ഇതുപോലെങ്കിലും ആയത്. ഭയങ്കര ഇരുടായിരുന്നു. എങ്ങനെ ഉണ്ടായാൽ സൂപ്പറാണോ, രക്ഷയില്ല കേട്ടോ. നല്ലൊരു ആംബിയൻസ്, കാടിൻ്റെ ഉള്ളിൽ ഒരു റിസോർട്ട്, അതും നമുക്ക് ചുറ്റുവട്ടവും കിളികളുടെ സൗണ്ടും ഒക്കെ എൻജോയ് ചെയ്ത് നമുക്ക് ഫാമിലിയോടൊപ്പം റിലാക്സ് ചെയ്ത് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യണമെങ്കിൽ ഇതുപോലുള്ള സ്ഥലങ്ങളിൽ വരണം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. അതാണ് ആദിത്യ റിസോർട്ട് ആൻഡ് സ്പാ. വയനാട് ജില്ലയിൽ നമ്മൾ ചുരം കയറി കഴിഞ്ഞാൽ വൈത്തിരി ടൗണിൽ നിന്നും ഓൾമോസ്റ്റ് 3 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഈ ഒരു റിസോർട്ടിലെത്താനായിട്ട്. അപ്പം ഞാൻ ഇതിൻ്റെ എൻട്രൻസ് മുതലുള്ള വ്യൂ ആണ് നിങ്ങൾക്ക് ഇനി കാണിക്കാൻ പോകുന്നത്. അപ്പം നമ്മൾ വൈത്തിരി ടൗണിൽ നിന്നും പൂക്കോട് ലേക്കിലേക്കുള്ള റോഡിൽ പ്രവേശിച്ചാൽ കുറച്ച് പോരുമ്പം തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ ആദിത്യ റിസോർട്ട് ആൻഡ് സ്പായുടെ ഒരു വലിയൊരു ബോർഡ് കാണാം പുറമേ ആയിട്ട്. നേരെ ഉള്ളിലോട്ട് കയറുക, സെക്യൂരിറ്റി നമ്മളെ ടെമ്പറേച്ചറും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് നമ്മൾ ഫിസിക്കലി ഫിറ്റ് ആണെങ്കിൽ മാത്രമേ ഉള്ളൂ ഉള്ളിലോട്ടേക്ക് കടത്തുള്ളൂ. അപ്പോൾ എൻട്രൻസിൻ്റെ അവിടെ ഇതേപോലെ ഒരു എന്താ പറയുക, നല്ലൊരു ഏരിയ ഉണ്ട്, ഷെയ്ഡായിട്ട് കുറേ പൂവുകളൊക്കെ ഇങ്ങനെ തൂങ്ങി നിൽക്കുന്നു. ഒരുപാട് ചെടികളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ഇത് ആക്ച്വലി കാടിൻ്റെ ഉള്ളിലാണ്. ഇത് കണ്ടോ, കൊത്തുപണികളാണ് 2 സൈഡിലും. അത് ഇവർ പ്രിസേർവ് ചെയ്തുകൊണ്ട്, കാട് പ്രിസേർവ് ചെയ്തുകൊണ്ടാണ് കേട്ടോ ഈ ഒരു റിസോർട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതാണ് ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയാനുള്ളത്. ചെടികളും മരങ്ങളും ഒന്നും നശിപ്പിക്കാത്ത രീതിയിൽ തന്നെയാണ്, മാക്സിമം എക്കോ ഫ്രണ്ട്ലി ആയിട്ട് തന്നെയാണ് ഇവരിത് മെയിൻറ്റെയിൻ ചെയ്ത് പോരുന്നത്. ഇതിൻ്റെ തൊട്ടടുത്താണ് ലക്കിടി, അതേപോലെ പൂക്കോട് ലേക്ക്, ബാണാസുര ഡാം. അതിൻ്റെ ഒരു ലിസ്റ്റ് തന്നെ ഇവരിവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. നമുക്ക് തൊട്ടടുത്തായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളുടെ ലിസ്റ്റ്. നമുക്കിനി ഇതിൻ്റെ ഉള്ളിലുള്ള വിശേഷങ്ങൾ കാണാം. നമ്മൾ കയറി വരുമ്പം എൻട്രൻസിൽ തന്നെയുള്ളൊരു പ്രതിമയാണ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. അങ്ങനെ നമ്മൾ മുകളിലോട്ട് കയറുന്ന സമയത്ത് നമുക്ക് ലെഫ്റ്റ് സൈഡുകളിലായിട്ട് കോട്ടേജസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 50 കോട്ടേജുകളാണ് ഇവിടെ ഇപ്പോൾ ഉള്ളത് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഗെയിം ഏരിയ, റെസ്റ്റോറൻറ്റ്, അതേപോലെ നമ്മളെ സ്വിമ്മിംഗ് പൂള്, എല്ലാ സാധനങ്ങളും സ്പാ അടക്കം ഇവിടെ ഉണ്ട്. അപ്പോൾ ഒരു 2 ദിവസം നിങ്ങൾ ഫാമിലി ആയിട്ട് വരികയാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ തന്നെ നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാൻ മാത്രമുണ്ട്. വയനാട്ടിൽ സത്യം പറഞ്ഞാൽ ഒരുപാട് റിസോർട്ടുകളുണ്ട്. പക്ഷേ നമ്മൾ ഫാമിലിയായിട്ട്, എസ്പെഷ്യലി കുട്ടികളുമായിട്ട് വരുന്ന സമയത്ത് നമുക്ക് കുട്ടികളെ മാനേജ് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ മക്കളെ സേഫ്റ്റി മുൻനിർത്തിക്കൊണ്ട് ചിൽഡ്രൻസ് പാർക്ക് ഉണ്ട്. അവർക്ക് സേഫായിട്ട് എത്ര ടൈം വേണമെങ്കിലും ഇവിടെ സ്പെൻഡ് ചെയ്യാം. രാവിലെ ആയതുകൊണ്ട് ഇവരിവിടെ ക്ലീൻ ചെയ്യാണ് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു കാറ്റലോഗ് കണ്ടു നോക്കാം. അപ്പം ആദിത്യ നേച്ചർ റിസോർട്ട് ആൻഡ് സ്പാ, ഇവിടുത്തെ ഫെസിലിറ്റീസ് എന്തൊക്കെയാണ്, ഇവിടുത്തെ അട്രാക്ഷൻസ് എന്തൊക്കെയാണ്, ഇതൊക്കെ ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നല്ല എന്താ പറയുക, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള, നിങ്ങൾക്ക് നല്ല രീതിയിൽ 1-2 ദിവസം താമസിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. ഇവിടുത്തെ പൂളാണിത്. പക്ഷേ ഇപ്പം കോവിഡ് ടൈം ആയതുകൊണ്ട് ഈ പൂള് ക്ലോസ്ഡ് ആണ് കേട്ടോ. ഇതാണ് കേട്ടോ നമ്മുടെ കോട്ടേജ്. സിംഗിൾ ബെഡ്റൂം ആണ്, എല്ലാ ഫെസിലിറ്റീസും ഉള്ള ഒരു കോട്ടേജാണ്. താറാവിനെ കാണുന്നുണ്ടോ? ഇനി നമ്മൾ ചായ കുടിക്കാൻ പോകണം. അപ്പോൾ അതായത് ഇന്നലെ രാത്രിത്തെ ക്യാമ്പ് ഫയറിൻ്റെ അവശിഷ്ടങ്ങളാണ് കാണുന്നത് അല്ലേ ബേബി? എല്ലാവരും ഉണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും ഡ്രസ്സൊക്കെ ചെയ്ത് നമ്മളിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. അങ്ങനെ നമ്മൾ റെസ്റ്റോറൻറ്റിൻ്റെ ഉള്ളിൽ കയറി. അപ്പോൾ നിങ്ങൾക്ക് കാണാം ജ്യൂസ്, കോൺഫ്ലേക്സ്, അതിന് പാലുണ്ട്, അതേപോലെ മുട്ട പൊരിച്ചതുണ്ട്. ഇത് അല്ലാതെ നമുക്ക് ബ്രെഡിൻ്റെ കൂടെയും കഴിക്കാം കേട്ടോ. ബ്രെഡ് ടോസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതേപോലെ ഇത് പഴംപൊരിയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു രാവിലെ തന്നെ ഇവരിതൊക്കെ ഉണ്ടാക്കിയല്ലോ എന്ന്. കട്ട് ഫ്രൂട്ട്സ് ഉണ്ട്, പൈനാപ്പിൾ, വാട്ടർമെലൺ, അങ്ങനെ. പിന്നെ ചെറിയ കുഞ്ഞ് തട്ടുദോശയുണ്ട്. മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. വെറൈറ്റീസ് ഓഫ് സാധനങ്ങൾ ഉണ്ടായിരുന്നു. സാമ്പാർ, അതേപോലെ പൂരി ഉണ്ടായിരുന്നു. ജോനൂട്ടന് ഭയങ്കര ഇഷ്ടമാണ് പൂരി. അതിന് ബാജി ഉണ്ട്. പിന്നെ നേരത്തെ കണ്ട ദോശയ്ക്ക് നല്ലൊരു
പൊട്ടുകടലിൻ്റെ ചട്നി, ബ്രെഡ് ഉണ്ട്, ബട്ടർ ഉണ്ട്, അതിന് ജാമുണ്ട്, കോഫി, ടീ എല്ലാം ഉണ്ട്. അപ്പം ഞങ്ങൾ ഏതായാലും ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വരാം. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. നമ്മൾ തൊട്ടടുത്തായിട്ട് റെസ്റ്റോറൻറ്റിന് തൊട്ടടുത്തായിട്ട് ഇതേപോലെ ഒരു ഗെയിം സെൻറ്റർ ഉണ്ട്. അതിൽ ലുഡോ കളിക്കാം, ചെസ്സ് കളിക്കാം, ക്യാരംസ് കളിക്കാം. ഇതിൻ്റെ ചുമരിലൊക്കെ നല്ല ചിത്രങ്ങളും ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ട്രീ ഹൗസ് കാണാൻ പോവാം. നല്ല രസമാണ്. ഈ റെസ്റ്റോറൻറ്റിൻ്റെ തൊട്ടടുത്തായിട്ടുള്ള ആക്ടിവിറ്റീസ് ആണ് കേട്ടോ അതൊക്കെ. നമുക്ക് പ്രകൃതിനെ നല്ലോണം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒരു മരത്തിനെ പ്രിസർവ് ചെയ്തുകൊണ്ട് അതിൻ്റെ ചുറ്റിനും ഒരു ട്രീ ഹൗസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് റെസ്റ്റോറൻറ്റ്. ഇനി ഇതാണ് നമ്മുടെ ചിൽഡ്രൻസ് പാർക്ക്. ഇവിടുത്തെ എനിക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള സ്ഥലം എന്ന് വേണമെങ്കിൽ പറയാം. ചിൽഡ്രൻസ് പാർക്കിൽ കുട്ടികൾ ഇന്നലെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടപ്പോൾ ഞാൻ പറഞ്ഞു, രാത്രി ആയപ്പോൾ പോലും ഫുൾ ഇവിടുന്ന് പോകാൻ ഒരു ഇഷ്ടവും ഇല്ലായിരുന്നു. അത്രയും കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ ഒരു സ്ഥലം ഇവിടെ ഉണ്ട്. ഊഞ്ഞാൽ, സ്ലൈഡ്, എല്ലാ ആക്ടിവിറ്റീസും ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഫാമിലി ആയിട്ട് വരുമ്പോൾ നമുക്ക് റിലാക്സ്ഡ് ആയിട്ട് നമ്മുടെ യാത്ര എൻജോയ് ചെയ്യാം. നമ്മളിപ്പോൾ ഉള്ളത് ഇവിടുത്തെ ഗെയിം ഏരിയയിലാണ്. അതായത് കുട്ടികളൊക്കെ കൊണ്ടിട്ട് വന്നാൽ അവർക്ക് റിലാക്സ് ചെയ്ത് കളിക്കാൻ പറ്റിയ നല്ല ഒരു സ്പേസ് ഇവിടെ ഉണ്ട്. സ്ലൈഡ്, അതേപോലെ ഊഞ്ഞാലുണ്ട്, പിന്നെ സ്ലാൻഡിങ്, നമ്മൾ ഒരു സൈഡിലേക്ക് സ്ലാൻഡ് ചെയ്യണം, പിന്നെ ഇതേപോലെ നെറ്റിൻ്റെ ഊഞ്ഞാൽ, പിന്നെ വലിയവർക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും കളിക്കാൻ ബാഡ്മിൻ്റൺ കളിക്കാനുള്ള നെറ്റും എല്ലാ സെറ്റപ്പും ഇവിടെ ഉണ്ട്. അടിപൊളിയാണ്. സൂപ്പർ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലത്തേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. ഈ പാർക്കിൻ്റെ തൊട്ടടുത്തായിട്ട് ഇതേപോലെ മുകളിലേക്ക് ഒരു സ്റ്റെയർ കാണാം. നേരത്തെ നമ്മൾ ട്രീ ഹൗസ് കണ്ട പോലെ തന്നെ ഒരു മരത്തിനെ പ്രിസർവ് ചെയ്തിട്ട് ചെയ്തതാണ്. ഇതിൻ്റെ മുകളിൽ നിന്നാൽ മൊത്തം ഈ റിസോർട്ടിൻ്റെ വ്യൂവും കിട്ടും കേട്ടോ. നല്ല രസമാണ് കാണാൻ. നമ്മൾ മരവും ചാരി നിൽക്കല്ല കേട്ടോ. ഇത് ആക്ച്വലി ഒരു ഏറുമാടമാണ്. ഏറുമാടം എന്ന് പറയില്ലേ നമ്മൾ. ഇതേപോലെ സ്റ്റെപ്പിൽ കയറി വന്നാൽ ഇങ്ങനെ മരത്തിൻ്റെ ടോപ്പിലെത്തും. നമ്മൾ ഈ മരത്തിനെ ഫുള്ള് കവർ ചെയ്തിട്ട് ഇങ്ങനെ വെച്ചിരിക്കുക. പിന്നെ ഇവിടെ ഏറ്റവും അട്രാക്ട് ചെയ്തിട്ടുള്ള ഒരു കാഴ്ച, ഇത് കാടാണെന്ന് നമുക്ക് തോന്നിപ്പിക്കുന്ന വിധം കുരങ്ങന്മാരുണ്ടായിരുന്നു. ഒരുപാട് കുരങ്ങന്മാരിട്ടോ. കാടിൻ്റെ ഉള്ളിലായതുകൊണ്ട് അവരെ ആരും ശല്യം ചെയ്യാനൊന്നും പോകുന്നില്ല. ഓരോ കോട്ടേജിൻ്റെ മുകളിലായിട്ടും ഒക്കെ അവരിങ്ങനെ കിടന്ന് എൻജോയ് ചെയ്യാണ്. ഇതുപോലെയുള്ള കോട്ടേജസ് ആണ് കേട്ടോ എല്ലാം. ഗ്രീൻ പെയിൻ്റ് അടിച്ചിട്ട് നമ്മൾ നേച്ചറിനെ പ്രതിനിധീകരിക്കുന്ന കോട്ടേജസ്. അപ്പം നിങ്ങൾക്ക് സിംഗിൾ ബെഡ്റൂം വേണമെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഡബിൾ ആണെങ്കിൽ അങ്ങനെ. അപ്പം നിങ്ങളുടെ റിക്വയർമെൻറ്റിനനുസരിച്ചുള്ള കോട്ടേജസ് നിങ്ങൾക്ക് ഇവിടെ കിട്ടും. ഇത് കണ്ടോ, ഈ മരത്തിൻ്റെ മുകളിൽ കൂടെയൊക്കെ ഇങ്ങനെ ചാടി നടക്കുകയാണ് ഇവർ. ഇത് എനിക്ക് കുറേ നേരത്തേക്ക് ഭയങ്കര ടൈം പാസ് ആയിരുന്നു. ഞാൻ ഇവരുടെ ഓരോ ആക്ടിവിറ്റീസൊക്കെ കണ്ടിരിക്കുകയായിരുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു 2 ദിവസമൊക്കെ നിങ്ങൾ വരികയാണെങ്കിൽ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. ഒരുപാട് എണ്ണം ഉണ്ട് കേട്ടോ. മക്കളായിട്ട് കുഞ്ഞി ബേബീസിനൊക്കെ കാണാൻ നല്ല രസമാണ്. അപ്പം ഞങ്ങൾ ഷട്ടിൽ കളിക്കുകയാണ്. അയാനൊക്കെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ആയിരുന്നു സത്യം പറഞ്ഞാൽ മക്കൾ. കുറേ ദിവസമായിട്ട് കോവിഡൊക്കെ ആയിട്ട് വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കുകയല്ലേ മക്കൾ. അപ്പോൾ അവർക്ക് നല്ല എൻജോയ്മെൻ്റ് തന്നെയായിരുന്നു. നാനു എങ്ങനെയുണ്ട്? കൂളാണോ? നീ ഇരിക്കുമ്പോ ജോന് പൊന്തി പോണ്. അയ്യോ, ഒരു റിലാക്സിങ് ഡേ ഫോർ അമ്മ. എല്ലാ ദിവസവും അടുക്കളയിലെ കുക്കിങ്ങും ഒക്കെ കഴിഞ്ഞ് റെസ്റ്റ് എടുക്കാൻ അമ്മയ്ക്ക് ഊഞ്ഞാലാടാൻ ഒരു ഡേ. എങ്ങനെയുണ്ട് അമ്മ? ഇങ്ങോട്ട് നോക്കി, എങ്ങനെയുണ്ട്? ഇഷ്ടായോ? അമ്മയ്ക്കും മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. സത്യം പറഞ്ഞാൽ ഇവിടെ വന്നിട്ടില്ലായിരുന്നെങ്കിൽ ശരിക്കും ഒരു നഷ്ടമായേനെ. കുട്ടികളാണെങ്കിൽ വീട്ടിൽ തന്നെ ടിവിയും കണ്ടിരിക്കുകയാണ്. ഭയങ്കര ബോറിംഗ് ആയിരുന്നു അവർക്ക്. അമ്മയ്ക്കാണെങ്കിലും എന്നും ഒരേ റുട്ടീൻ ജോലിയല്ലേ അടുക്കളയിൽ. അപ്പോൾ അവർക്ക് സത്യം പറഞ്ഞാൽ റിലാക്സ് ചെയ്യാൻ പറ്റി. അപ്പോൾ നമ്മളിപ്പം ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് നമ്മൾ കുറച്ച് നേരം പാർക്കിൽ സ്പെൻഡ് ചെയ്തു. പിന്നെ വീണ്ടും റൂമിൽ വന്ന് നമ്മളൊന്നും കൂടെ ഒന്ന് റിസോർട്ട് മൊത്തം ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. നല്ല രസമാണ് കേട്ടോ. ഞാൻ നിങ്ങൾക്ക് മൊത്തം കാണിച്ചിരുന്നത് നമ്മുടെ റൂമിൻ്റെ തൊട്ട് താഴെയായിട്ടുള്ളൊരു വ്യൂ ആണ്.
പിന്നെ തണുപ്പൊക്കെ നമുക്ക് ബെയർ ചെയ്യാൻ പറ്റുന്ന തണുപ്പേ ഉള്ളൂ, വലിയ പ്രശ്നമൊന്നുമില്ല. പിന്നെ ഇതേപോലെയുള്ള കോട്ടേജസ് ആണ് കേട്ടോ, രണ്ട് സൈഡിലും ഫുൾ നമ്മൾ പോണ വഴിയൊക്കെ ഇതേപോലെ ഓരോരോ കോട്ടേജസ് നമുക്ക് കാണാം. ഫുള്ള് രണ്ട് ഭാഗങ്ങളിലായിട്ട് മുള വെച്ചിട്ടുണ്ട്. പിന്നെ കാപ്പിച്ചെടികൾ കാണാം. നല്ല ഒരു ആംബിയൻസ് ആണ്. നടക്കാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് നടക്കാനൊക്കെ ഒരുപാട് സ്പേസ് ഉണ്ട്. പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ നമുക്ക് വഴി മാറിപ്പോലെ, നമുക്ക് കൺഫ്യൂസിംഗ് ആയിട്ട് തോന്നുമെങ്കിലും വഴിയൊന്നും മാറിപ്പോലെ അവർ ലൊക്കേഷൻ കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഫുഡ് വേണോ? നോന് എന്തിനാ ഇരിക്കുന്നത് പറഞ്ഞു കൊടുക്കൂ. നോനുകുട്ടി ഇവിടെ എന്തിനാ ഇപ്പം ഇരിക്കുന്നത്? ഫുഡ് കഴിച്ചാനാണോ? ജോനു ജോനു ജോനുകുട്ടൻ്റെ പ്രധാന വിനോദം മങ്കീൻ്റെ വൈത്താലെ പോകാന്നുണ്ട്. ഓടി ഓടി ഞാൻ കുഴങ്ങി. പക്ഷെ എന്നാലും മക്കൾക്ക് നല്ല രസമായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ഇത്രയും പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശമൊക്കെ മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പം നിങ്ങൾക്ക് ഇവിടെ ഒരു സ്റ്റേ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഡു കോണ്ടാക്ട് മീ. ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഇവരിവിടെ ചെയ്തു തരുന്നതാണ്. നല്ല രസമാണ് കേട്ടോ. പ്രത്യേകിച്ചും എസ്പെഷ്യലി എടുത്തു പറയേണ്ട കാര്യം, ഫാമിലി ആയിട്ട് നമുക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് റിലാക്സ് ചെയ്തിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ആദിത്യ നേച്ചർ റിസോർട്ട് ആൻഡ് സ്പാ. പ്രകൃതിയോടിണങ്ങി പ്രകൃതി എന്താ പറയുക എല്ലാ കാഴ്ചകളും കണ്ട് കാടിനുള്ളിൽ നമുക്ക് സ്റ്റേ ചെയ്യാം. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. കാര്യമായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ആദിത്യ റിസോർട്ടിനെ പറ്റിയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, നമ്മുടെ ചാനൽ കാണാത്തവരാണെങ്കിൽ ഒന്ന് ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കൂ. തൊട്ടടുത്തുള്ള ബെൽ ഐക്കണും കൂടെ എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും കറക്റ്റായിട്ട് നിങ്ങൾക്ക് കിട്ടും. അപ്പം ഇനി മറ്റൊരു അടിപൊളി വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഈ ഒരു വീഡിയോയിൽ തന്നെ ഞാൻ എടുത്ത കുറച്ച് ഫോട്ടോസും കൂടെ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. കാരണം വയനാടിൻ്റെ ഭംഗി കറക്റ്റായിട്ട് ഈ ഒരു റിസോർട്ടിൽ കൂടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. വൈത്തിരി ആണല്ലോ, നമ്മൾ ചുരം കയറി കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു 8 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ആദിത്യയിൽ എത്താനായിട്ട്. അപ്പം എല്ലാവരും വരിക, ഇവിടെ എക്സ്പ്ലോർ ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് വീണ്ടും കാണാം. എല്ലാവരും സേഫായിട്ട് ഇരിക്കുക കേട്ടോ. കോവിഡ് ടൈമാണ്, ഞാൻ മാസ്ക് ഊരിയത് ജസ്റ്റ് ഫോട്ടോ എടുക്കാൻ വേണ്ടി മാത്രമാണ്. അപ്പം എല്ലാവരും സേഫായിട്ടിരിക്കുക. ഒരുപാട് ഇഷ്ടം, ഒരുപാട് സന്തോഷം. നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നതിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച് ഡിയേഴ്സ്. ലവ് യു ഓൾ. ബൈ ബൈ. ടേക്ക് കെയർ.